ആരാധന നന്ദി വരുന്ന ഈശോയെ ഈശോയാണെങ്കിൽ സ്തുതിക്കുന്നു ആരാധന നന്ദി വരുന്ന ഈശോയെ സ്തുതി സ്തോത്രം മഹത്വം ആരാധന ഹല്ലേലൂയ 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 ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ആരാധനയുടെ നിമിഷങ്ങളിൽ ആത്മനാഥനെ കാണുവാൻ ആരാധകരിവർ കാത്തിരിപ്പൂ ആത്മനാഥനേശുവേ ആരാധന ആരാധന ആയിരം ആരാധന 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 ആത്മാവിലാരാധന ഹല്ലേലൂയ 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 ജീവിപ്പതോ മഹാഭാഗ്യമേ അന്യഗ്രഹത്തിലൊരായിരം വാഴവേ കാലത്രമോദനം ആരാധന ആരാധന ആയിരം ആരാധന ആരാധന
തിരുനാമമെന്നും പ്രകീർത്തിക്കാം, ജനതകൾ ഭക്തി പ്രഘോഷിക്കാം. ആകാശത്തോളം ഉയർന്നിടുന്ന സ്വസ്ത്രഗീതമേറ്റു പാടിടാം. ആരാധന ആരാധന ആയിരം ആരാധന.
രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായെന്നോ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥ യേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ. Yeah.
മത്തായിയുടെ സുവിശേഷം 5-ാമത്തെ അധ്യായം 48-ാമത്തെ വാക്യം. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ.
ഈ ഒരു വചനത്തിൻ്റെ കൃപയാൽ ഈ കർത്താവിൻ്റെ ദിനമായെന്ന്, കർത്താവിൻ്റെ ദിനം പരിശുദ്ധമായി ആചരിക്കണം എന്ന കർത്താവിൻ്റെ കൽപ്പനയെ ഹൃദയത്തിൽ നിറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ നിമിഷം തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ അതായത് സുവിശേഷം 6-ാമത്തെ അധ്യായം പ്രാർത്ഥനയെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വചനം, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കതകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും എന്ന കർത്താവിൻ്റെ ഈ ദിവ്യകാരുണ്യീശോയുടെ അരികിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഈ ദൈവിക മഹത്വം അനുഭവിച്ചുകൊണ്ട് ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകത്താൽ ഞങ്ങളായിരിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേലെ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം, അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഞങ്ങളുടെ മേലെ ഈ നിമിഷം വ്യാപരിക്കട്ടെ. ഈ തമ്പുരാന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഈ ഒരു വചനത്തിൻ്റെ നിറവോടെ, ഈ ഒരു ദിവസത്തിൻ്റെ നിറവോടെ, കർത്താവിൻ്റെ മഹത്വത്തിൻ്റെ അഭിഷേകത്തോടെ ഞങ്ങളായിരിക്കുക. മാർക്കോസ് 12:30, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. ഈ ഒരു വചനത്താൽ നിറഞ്ഞ് ഈ അൾത്താരയിൽ സന്നിഹിതനായിരിക്കുന്ന ദൈവത്തെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് മഹത്വപ്പെടുത്തി പാടിപ്പുകഴ്ത്താം. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. യേശുവിനാഥ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. യേശുവിനാഥ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പാവനാത്മാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന, ആരാധന അങ്ങേക്ക് ആരാധന. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ദൈവപിതാവേ അങ്ങയെ ഞങ്ങൾ പാടി സ്തുതിക്കുന്നിതാ. ആരാധന അങ്ങേക്ക് ആരാധന, 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 ആരാധന അങ്ങേക്ക് ആരാധന. നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ഈ കർത്താവിൻ്റെ മഹത്വമുള്ള ഈ ദിവസം കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേ ഒരു കർത്താവാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം.
ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. ഈ വലിയ കർത്താവിന്റെ മഹത്വം ഈ ഒരു ദിവസം അനുഭവിച്ചുകൊണ്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. യേശു കൽപ്പിച്ചു, സാത്താനെ ദൂരെ പോവുക, എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വചനം ഹൃദയത്തിൽ നിറഞ്ഞ് അധരത്തിൽ നിറഞ്ഞ് ഈ ദിവ്യകാരുണ്യേശോയുടെ സാന്നിധ്യത്തിൽ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് പാടിപ്പുകഴ്ത്താം.
സങ്കീർത്തനം 90-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യം. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പ്രവർത്തികളെ ഫലമണിയിക്കണമേ. ഞങ്ങളുടെ പ്രവർത്തികളെ സുസ്ഥിരമാക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെതായത് മുഴുവനും ഈ ദിവ്യകാരുണ്യ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ഞങ്ങൾ ഈ ദിവ്യകാരുണ്യ ചേർന്നിരുന്ന് ഞങ്ങൾ ഈ നിമിഷങ്ങൾ ചെലവഴിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെതായതെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ സ്തുതികളോടെ, മഹത്വത്തോടെ, ആരാധനയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാ നാവും പാടി
യോഹന്നാന്റെ സുവിശേഷം 20-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഇത് പറഞ്ഞിട്ട് അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അവരോട് അരുൾ ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഈ ദൈവത്തിന്റെ, ഈ ദിവ്യകാരുണ്യ മഹത്വത്തിന്റെ സാന്നിധ്യത്തിൽ നമ്മളായിരുന്നു കൊണ്ട് അവിടുത്തെ സഹായകനായ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നമുക്ക് ഈ ഒരു സ്വർഗീയ അനുഭവങ്ങൾ ഹൃദയം കൊണ്ട് നമുക്ക് ഈ നിമിഷങ്ങളിൽ അനുഭവിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെതായതെല്ലാം ഈ ദിവ്യകാരുണ്യ ചേർത്ത് വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഈ ദിവ്യകാരുണ്യ ഈശോ നിറഞ്ഞു ജീവിക്കാൻ, വ്യാപരിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെതായ എല്ലാ ഇടങ്ങളും ദിവ്യകാരുണ്യ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ജീവിതങ്ങളും നമ്മുടെ കുടുംബത്തിൻ്റെതായ ജീവിതത്തിൻ്റെതായ തൊഴിൽ മേഖലകളുടേതായ ജ്ഞാനെന്നതായ എല്ലാ സാഹചര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ എല്ലാ മേഖലകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ച് ദൈവത്തെ 1000 മഹത്വപ്പെടുത്തിക്കൊണ്ട് കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ആരാധിച്ച് സ്തുതിച്ച് പുകഴ്ത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ,
വണങ്ങുക സാഷ്ടാംഗം വീഴുക ഏറ്റവും മഹത്താവിൻ കൂദാശയിൽ. നവ്യനിയാമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാദരം മാറി നിൽക്കുമോ. ഇന്ദ്രിയങ്ങൾക്കെടും പോരായ്മയൊക്കെയും തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിനും തന്നെ ഗജാതനും സ്തോത്രമുണ്ടാകണം നിത്യമെന്നോ. പാവനാത്മാവിനും അവീതം നിസ്തൂലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്ന വാഴുക ത്രിത്വൈക ദൈവമാമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയാവഹമായി കുദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അങ്ങയുടെ പരിത്രാണത്തിൻ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറ് അങ്ങയുടെ തിരുശരീരത്തിന്റെയും തിരുരക്തത്തിന്റെയും ദിവ്യരഹസ്യങ്ങൾ എന്നും വണങ്ങുവാൻ അനുഗ്രഹമരണമേ എന്ന് നിത്യമായി ജീവിച്ചു വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നും എന്നും അങ്ങേയ്ക്കായി